യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പഠനത്തിൻ്റെ 5-ാം ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈശോ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന്, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ആരോട് പ്രാർത്ഥിക്കണമെന്ന്, ഏത് നിലപാടോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ പ്രാർത്ഥനയിലെ 4-ാമത്തെ യാചനയായ അന്നന്നു വേണ്ട ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് അന്നന്നു വേണ്ട ആഹാരം നൽകണമേ. പുത്രനായ ഈശോയെ, ഞങ്ങൾക്ക് അന്നന്നു വേണ്ട ആഹാരം നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾക്ക് അന്നന്നു വേണ്ട ആഹാരം നൽകണമേ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ആത്മാവുണ്ട്, മനുഷ്യന് മനസ്സുണ്ട്, അവന് ശരീരമുണ്ട്, അവന് ഒരു സമൂഹമുണ്ട്. അപ്പോൾ മനുഷ്യന് വേണ്ട ആഹാരം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ആഹാരമാണ്. പക്ഷേ മനുഷ്യന് കേവലം ആത്മാവിൻ്റെ ആഹാരം മാത്രം പോരാ. മനുഷ്യന് മനസ്സിൻ്റെ ആഹാരം വേണം, കാരണം അവനൊരു മനസ്സുണ്ട്. അവന് ബുദ്ധിയുടെ ആഹാരം വേണം, കാരണം അവന് ബുദ്ധിയുണ്ട്. മനുഷ്യന് ശരീരത്തിൻ്റെ ആഹാരം വേണം, കാരണം അവന് ഒരു ശരീരമുണ്ട്. മനുഷ്യന് ഒരു സാമൂഹികമായ പ്രൊവിഷൻ വേണം, കാരണം അവൻ ജീവിക്കുന്നത് സമൂഹത്തിലാണ്. ഇതെല്ലാം കൂടെ നൽകാൻ കഴിയുന്നവൻ്റെ അടുക്കലാണ് യാചന. ദൈവമേ, ആഹാരം തരണമേ. എന്താണ് ആത്മാവിൻ്റെ ആഹാരം? അവനെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ദിവ്യകാരുണ്യമായ അപ്പം അവന് വേണം. ദൈവമേ, ആഹാരം തരണമേ. ഈശോ പറഞ്ഞു, ഞാൻ തരുന്ന അപ്പം ഭക്ഷിക്കുന്നവൻ പിന്നെ മരിക്കുകയില്ല, അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ തരുന്ന അപ്പം കഴിക്കുന്നവന് നിത്യജീവനുണ്ടാകും, അവൻ എന്നിലും ഞാൻ അവനിലുമായിരിക്കും. ഞാൻ തരുന്ന
അപ്പം കഴിക്കുന്നവൻ, എൻ്റെ ശരീരമാകുന്ന ഭക്ഷണം കഴിക്കുകയും എൻ്റെ രക്തമാകുന്ന ജലം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും പിതാവിലുമായിരിക്കും, അവൻ ദൈവവുമായിട്ടുള്ള ഐക്യത്തിലായിരിക്കും. അപ്പോൾ ആത്മാവിൻ്റെ ഭക്ഷണവുമായി വരുന്ന ദൈവം, ദൈവമേ ഞങ്ങൾക്ക് നിന്നെ തന്നെ അപ്പമായി തരണമേ എന്ന പ്രാർത്ഥന ആത്മാവിൻ്റെ അപ്പത്തിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമതായി, മനുഷ്യന് മനസ്സുണ്ട്, അവന് വൈകാരികമായ തലമുണ്ട്, അവൻ്റെ വികാരങ്ങൾക്കുള്ള ഭക്ഷണം വേണം. അവന് സ്നേഹത്തിൻ്റെ അപ്പം വേണം, അവന് കരുതലിൻ്റെ അപ്പം വേണം, അവന് വാത്സല്യത്തിൻ്റെ അപ്പം വേണം, അവന് സൗഹൃദത്തിൻ്റെ അപ്പം വേണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സൗഹൃദത്തിൻ്റെ അപ്പം തേടിപ്പോകുന്നത് ദൈവത്തിൻ്റെ അടുത്താണോ? ചോദ്യം ഇതാണ്. ദൈവം നിനക്കെല്ലാം തരുന്നുണ്ട്, എല്ലാം തരാൻ തയ്യാറാണ്. പക്ഷെ നീ അപ്പം അന്വേഷിച്ചു പോകുന്നത്, നിന്റെ ജീവന്റെ സമൃദ്ധി അന്വേഷിച്ചു പോകുന്നത് എവിടെയാണ്? ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. നമുക്ക് ജീവൻ സമൃദ്ധമായി തരാൻ കഴിയുന്ന ആളാണ് ദൈവം. ഈശോ വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ സമൃദ്ധമായി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. പക്ഷേ നമ്മൾ വൈകാരികമായ അപ്പം തേടി, അപ്പം യഥാർത്ഥത്തിലുള്ള അപ്പമല്ലാത്ത ആളുടെ അടുക്കലേക്ക് പോകുന്നു. തിന്മയുടെ, പാപത്തിൻ്റെ, നാശത്തിൻ്റെ അപ്പം രുചിക്കുന്നവരായി മാറുന്നു. കപടതയുടെ അപ്പം, കപടമായ സൗഹൃദങ്ങളുടെ അപ്പത്തിൻ്റെ പിറകെ പോകുന്നു. തെറ്റായിട്ടുള്ള വഴികളിലൂടെ യാത്ര ചെയ്യുന്നു. നീ ഇപ്പോൾ നിന്റെ വൈകാരികമായ തലങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിനുള്ള അപ്പം അന്വേഷിച്ചു പോകുന്നത് ആരുടെ അടുക്കലാണ്? നിനക്ക് യഥാർത്ഥത്തിലുള്ള വാത്സല്യം തരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്കാണോ നീ വാത്സല്യം തേടിപ്പോകുന്നത്? നിനക്ക് ശാശ്വതമായ സൗഹൃദം സമ്മാനിക്കുന്ന കൂട്ടുകാരനായ ഈശോയുടെ അടുക്കലേക്കാണോ നീ സൗഹൃദത്തിൻ്റെ അപ്പം തേടിപ്പോകുന്നത്? നിനക്ക് ഒരിക്കലും അസ്തമിക്കാത്ത, തീർന്നു പോകാത്ത സ്നേഹം തരാൻ കഴിയുന്നവൻ്റെ അടുക്കലേക്കാണോ നീ സ്നേഹം തേടിപ്പോകുന്നത്? ശരിയാണ്, വൈകാരികമായ അപ്പം ആവശ്യമുണ്ട്. ഈ അപ്പം തേടി പോകുന്നത് എങ്ങോട്ടാണ്? ഈശോ പറഞ്ഞു, ദാഹാർത്ഥരെ ജലാശയത്തിലേക്ക് വരുവിൻ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ഉം 38-ഉം തിരുവചനങ്ങൾ, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹത്തിന് വേണ്ടിയാകാം, വാത്സല്യത്തിന് വേണ്ടിയാകാം, സൗഹൃദത്തിന് വേണ്ടിയാകാം, കരുതലിന് വേണ്ടിയിട്ടാകാം, കരുണയുള്ളൊരു നോട്ടത്തിന് വേണ്ടിയിട്ടാകാം, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ, എന്നിൽ നിന്ന് പാനം ചെയ്യുവിൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ അടുക്കൽ വന്ന് പാനം ചെയ്യുന്നവരുടെ ദാഹം മാറും എന്ന് മാത്രമല്ല, അനേകരുടെ ദാഹം തീർക്കുന്ന ജീവജലത്തിൻ്റെ നദിയായി അവനും അവളും മാറും എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ സമരിയാക്കാരിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഈശോ പറയുകയാണ്, ഈ ജലം കുടിക്കുന്നവർക്ക് വീണ്ടും ദാഹിക്കും, പക്ഷേ ഞാൻ തരുന്ന ജലം കുടിക്കുന്നവർക്ക് വീണ്ടും ദാഹിക്കുകയില്ല. അത് അവരിൽ നിത്യജീവനിലേക്ക്, ഉന്നതങ്ങളിലേക്ക് ഒഴുകുന്ന നീർച്ചാലായിട്ട് മാറുമെന്ന്. അപ്പോൾ അവൾ അവനോട് പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, ഗീവ് മീ ദാറ്റ് വാട്ടർ. അന്നന്ന് വേണ്ട ആഹാരം തേടി, നിത്യജീവന്റെ ആഹാരം തേടി, മനസ്സിൻ്റെ ആഹാരം തേടി നീ എങ്ങോട്ടാണ് പോകുന്നത്? അറിവിൻ്റെ ആഹാരം തേടി നീ എങ്ങോട്ടാണ് പോകുന്നത്?
മനുഷ്യൻ ഇന്റലക്ച്വൽ ബീയിങ് ആണ്, ബുദ്ധിജീവിയാണ്. അവന് അറിവിൻ്റെ അപ്പം വേണം. കുഞ്ഞെ, നിനക്ക് ഇന്ന് അറിവിൻ്റെ അപ്പം ആരാണ് തരുന്നത്? ആര് വിളമ്പുന്ന അറിവുകളാണ് നീ ഭുജിച്ചു കൊണ്ടിരിക്കുന്നത്? ലോകത്തിൽ ദൈവം വിളമ്പുന്ന അറിവിൻ്റെ അപ്പങ്ങൾ മാത്രമല്ല, ഈ ലോകം വിളമ്പുന്ന, പിശാച് വിളമ്പുന്ന, തിന്മ വിളമ്പുന്ന, നന്മയെ നശിപ്പിക്കാൻ നോക്കുന്നവർ, കൊല്ലാൻ നോക്കുന്നവർ വിളമ്പുന്ന അറിവുകൾ ലോകത്തിലുണ്ട്. തിന്മയിലേക്ക് നയിക്കുന്ന, നിത്യനാശത്തിലേക്ക് നയിക്കുന്ന അറിവുകൾ വിളമ്പുന്നവരുണ്ട്. ദൈവത്തെ നിഷേധിക്കുന്ന അറിവുകൾ, അന്ധവിശ്വാസത്തിൻ്റെ അറിവുകൾ വിളമ്പുന്നവരുണ്ട്. അബദ്ധധാരണകളുടെ അറിവുകൾ വിളമ്പുന്നവരുണ്ട്. കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്നു, കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ ശരിയെന്ന് തോന്നുന്ന ചില ശാസ്ത്രീയമായ അറിവുകൾ വിളമ്പുന്നു. എന്നിട്ട് പറയുന്നു ദൈവമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക, നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. പരിമിതമായ ജീവിതമാണ്, പരമാവധി തിന്ന് കുടിച്ച് ആഘോഷിക്കുക. അറിവുകൾ വിളമ്പുകയാണ്. കുഞ്ഞെ, നീ കഴിക്കുന്ന നിന്റെ അറിവിൻ്റെ ഭക്ഷണം വിളമ്പുന്നത് ആരാണ്? ദൈവം വിളമ്പുന്ന അറിവുകളാണോ നിന്റെ ബുദ്ധി കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ലോകത്തിൻ്റെ തെറ്റായിട്ടുള്ള പഠനങ്ങളുടെയും വാർത്തകളുടെയും പിറകെയാണോ നിന്റെ ജീവിതം? വാർത്ത കേട്ട് ഉള്ളിലുള്ള വചനം നശിച്ചു പോകുന്നുണ്ടോ? നീ കഴിക്കുന്നത് ആരുടെ അറിവാണ്? വീണ്ടും, മനുഷ്യൻ ഒരു ഫിസിക്കൽ ബീയിങ് ആണ്. അവന് ശരീരത്തിൻ്റെ അപ്പങ്ങൾ ആവശ്യമാണ്, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട്, നീഡ്സ് ഉണ്ട്. അവന് അനുദിനമായിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യകതയുണ്ട്. അവന് ജോലി വേണം, അവന് വിവാഹം വേണം, അവന് കുടുംബം വേണം, ഭവനം വേണം, അവന് സഞ്ചരിക്കാനുള്ള വഴികൾ വേണം, കഴിക്കാനുള്ള അപ്പം വേണം, ധരിക്കാനുള്ള വസ്ത്രം വേണം, അവന് ജലം വേണം, ജീവിതത്തിൻ്റെ കാര്യങ്ങളുണ്ട്, മക്കളുണ്ടാകണം, ഒത്തിരിയേറെ ആവശ്യങ്ങൾ. സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകണം, ഐശ്വര്യമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, അവന് ഉല്ലസിക്കാനുള്ള സാഹചര്യങ്ങൾ വേണം, പഠിക്കാൻ സാധിക്കണം, വിദ്യാലയം വേണം, പുസ്തകം വേണം, അവന് അധ്യാപകരുണ്ടാകണം, അവന് കൂട്ടുകാരുണ്ടാകണം, അവനൊരു സമൂഹമുണ്ടാകണം, അവനെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹമുണ്ടാകണം. നിനക്ക് ഈ അപ്പങ്ങളൊക്കെ ആര് തരും? നിനക്ക് ഭവനം ആര് തരും? നിനക്ക് വിവാഹം ആര് തരും? നിനക്ക് ജോലി ആര് തരും? നിന്റെ കടബാധ്യതകളിൽ നിന്ന്, നിന്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ആര് നിന്നെ മോചിപ്പിക്കും? നിനക്ക് എങ്ങനെ ഉയരാൻ കഴിയും? നിന്നെ ആര് വളർത്തും? നിന്റെ കുടുംബത്തിൽ ആര് സമാധാനം തരും? വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ. ഈ എല്ലാ അപ്പങ്ങൾക്കും വേണ്ടി നീ കർത്താവിൽ ആശ്രയിക്കേ. ഭക്ഷണമല്ലാത്തതിനു വേണ്ടി നീ എന്തിന് പണം മുടക്കുന്നു? ദൈവം ചോദിക്കുകയാണ്. യെശയ്യായുടെ പ്രവചനത്തിലാണ്, 55-ാം അധ്യായം 1-ാമത്തെ തിരുവചനം മുതൽ യെശയ്യാ ചോദിക്കുന്നു, ദാഹാർത്ഥരെ ജലാശയത്തിങ്കലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. വിശക്കുന്നവരെ ദൈവം വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആശ്വസിപ്പിച്ചാലേ യഥാർത്ഥത്തിൽ അത് ആശ്വാസമാവുകയുള്ളൂ.
മനുഷ്യരിൽ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ് എന്ന് വചനം പറയുന്നു. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് സമൃദ്ധമായി നൽകുന്നു. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. വലിയ സന്തോഷം തരുന്ന ഒരു വചനമാണ് പ്രഭാഷകൻ 11:17. കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. സങ്കീർത്തനങ്ങൾ 31:19 പറയുകയാണ്, വിപുലമായ അനുഗ്രഹങ്ങളാണ് അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ അടുക്കൽ വരുന്നവർക്ക് വേണ്ടി, തൻ്റെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി വിപുലമായ അനുഗ്രഹങ്ങളാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. അവരെ അവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ല. ദരിദ്രരെ, തന്നിൽ ആശ്രയിക്കുന്ന ദരിദ്രരെ അവിടുന്ന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുമെന്ന് പരിശുദ്ധ അമ്മ തൻ്റെ കീർത്തനത്തിൽ പാടുകയാണ്. ദരിദ്രരെ അവിടുന്ന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു, സംതൃപ്തരാക്കുന്നു. കർത്താവിന് വേണ്ടി വിശക്കുന്നവരാകുക. പ്രിയപ്പെട്ടവരാരാണ് നമ്മെ ഉയർത്തുന്നത്? നമ്മൾ വിചാരിക്കുന്നു വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്ത് ഞാൻ സമ്പാദിച്ച് ഐശ്വര്യം പ്രാപിക്കും, ഞാൻ പൈസ കൊടുത്ത് നല്ലൊരു ജോലി വാങ്ങിച്ച് ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാനൊരു സ്ഥലം വാങ്ങിക്കും, ഞാനൊരു ബിസിനസ് നടത്തും, ഞാൻ വളർച്ച പ്രാപിക്കും. വചനം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 75:6-7 തിരുവചനങ്ങൾ, കിഴക്കു നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ ഉയർത്തുകയും മറ്റൊരുവനെ താഴ്ത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവനെ താഴ്ത്തുകയും അവനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഞങ്ങൾക്കപ്പം തരണമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ അപ്പം അങ്ങ് തന്നെ തരണമേ, ഞങ്ങളുടെ ബുദ്ധിക്കാവശ്യമായിട്ടുള്ള അറിവിൻ്റെ അപ്പം അങ്ങ് തരണമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ അപ്പം അങ്ങ് നൽകണമേ, ഞങ്ങളുടെ മനസ്സിനാവശ്യമായിട്ടുള്ളത് അങ്ങ് നൽകണമേ, ഞങ്ങളുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ളത് അങ്ങ് നൽകണമേ, ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തിനാവശ്യമായ അംഗീകാരവും ബഹുമാനവും മാന്യതയും കർത്താവേ അങ്ങ് തന്നെ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈശോ പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. പിതാവായ ദൈവമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഞങ്ങൾ ആത്മനിർവൃതി നേടട്ടെ. അബ്രഹാം ബലിയർപ്പണത്തിന് പോയപ്പോൾ അവന് ബലിയർപ്പിക്കാൻ ആവശ്യമായ കുഞ്ഞാടിനെ അങ്ങ് നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം തരും എന്ന് പറഞ്ഞ് ജീവിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ. നമുക്ക് കണ്ണുകളടക്കാം. കർത്താവിൽ ആശ്രയിക്കുന്നതിനുള്ള വലിയ ഒരു കൃപ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു അഭിഷേകം ഇപ്പോൾ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൃപ വർഷിക്കണമേ. തിരുരക്തക്കടലിൽ കഴുകുകയും മുക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയിൽ സംതൃപ്തി കണ്ടെത്തുന്നവരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. അങ്ങയിൽ മാത്രം ഞങ്ങൾ ശരണം വയ്ക്കുവാൻ വരം നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.